നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. അന്ധവിശ്വാസം ചൂഷണം നിരോധന നിയമം പാസാക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള ചൂഷണങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ കേരള സർക്കാർ തയ്യാറാക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൊടുപുഴ മേഖല വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. വിശ്വാസത്തിന്റെ പേരിലുള്ള തട്ടിപ്പുകളുടെയും അനാചാരങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. മതമൗലികവാദികളും വർഗീയ ഫാസിസ്റ്റ് ശക്തികളും യഥേഷ്ടം വിഹരിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ശക്തിപ്പെട്ടു വരുന്ന അന്ധവിശ്വാസങ്ങളുടെ സംരക്ഷിത വിളഭൂമിയായി കേരളം മാറുകയാണ്. സമൂഹ പുരോഗതിയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഏവരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രമേയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. തൊടുപുഴ മേഖല വാർഷിക സമ്മേളനം ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം രതീഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ സംസ്ഥാന സെക്രട്ടറി മനോജ് കുമാർ സംഘടനാ രേഖയും മേഖല ജോയിന്റ് സെക്രട്ടറി കെ.പി. സന്തോഷ് കണക്കും അവതരിപ്പിച്ചു. മേഖല പ്രസിഡന്റ് ഡോക്ടർ കെ ഷാജി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് യൂണിറ്റ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി നുസൈഫ ഇ.എ. പ്രസിഡന്റ്, പി.എം. ഷാജി സെക്രട്ടറി, കെ.പി. ഹരിദാസ് ട്രഷറർ, അനുപമ രാജൻ വൈസ് പ്രസിഡന്റ്, കെ.പി. സന്തോഷ് ജോയിന്റ് സെക്രട്ടറി എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി എൻ.ഡി. തങ്കച്ചൻ, പ്രസിഡന്റ് ശശിലേഖ രാഘവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം വി.വി. ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ.ജെ. തോമസ്, കെ.ജി. രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് തൊടുപുഴ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.